സുതി കഴിക്കുന്ന കരുതിയാ ഞാൻ ഭക്ഷണമായിട്ട് വന്നത്. ഇത്രയ്ക്ക് വെറുക്കാൻ മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ ഏലസ് വർക്കാവുന്നില്ലല്ലോ. അതിന് ശക്തി ഒന്നുമില്ല. മുമ്പത്തെ പോലെ തന്നെയാ സുതി. എന്നോട് ഒട്ടും അടുക്കുന്നില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യാ? രേവതി, പൂക്കള്. ഞാൻ പറഞ്ഞ പൂക്കളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. മാഡം പറഞ്ഞില്ലെങ്കിലും അതൊക്കെ ഞാൻ കൃത്യമായിട്ട് കൊണ്ടുവരും. ഏതൊക്കെ പൂജയ്ക്ക് ഏതൊക്കെ പൂക്കളാ വേണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഞാൻ ഇറങ്ങും കേട്ടോ. ആ രേവതി കണ്ടിട്ട് കുറെ നാളായല്ലോ. ഞാൻ വരാറുണ്ട് സർ. വിശേഷ ദിവസങ്ങളിലൊക്കെ പൂജയ്ക്കുള്ള പൂക്കളും കൊണ്ട് വരാറുണ്ട്. ഡോക്ടറെ കാണാത്തതാ. ശ്രീകാന്തിന്റെ വൈഫിനെ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് കുഴപ്പം? അവൾക്ക് എന്താ പ്രശ്നം? അതെന്താ രേവതി ഒന്നും അറിയാത്ത പോലെ? അവള് പ്രഗ്നന്റ് അല്ലേ? പ്രഗ്നന്റോ? അതെ. രേവതി അറിഞ്ഞില്ലേ? ഇല്ല. ഒരു വീട്ടിലല്ലേ നിങ്ങൾ താമസം? എന്നിട്ട് രേവതിയോട് പറഞ്ഞില്ലേ? എന്തു പറ്റി? നിങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ലേ? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. എന്നോട് മാത്രല്ല, അവള് വീട്ടിൽ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഫുഡ് പോയിസൺ ആണെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വന്നത്. ടെസ്റ്റ് ചെയ്തപ്പോഴാ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞത്. ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞിരുന്നു. എന്തിനാ ഇതൊക്കെ മറച്ചു വെക്കുന്നേ? പക്ഷേ ഞാൻ പോവാ. രേവതി, ഞാൻ ക്യാഷ് എടുത്തിട്ട് വരാം. നീ കേറി. വേണ്ട മാഡം, ഞാൻ ഇവിടെ നിന്നോളാം. ഇപ്പൊ വരാം. ശ്രീകാന്തും വർഷയും അച്ഛനമ്മമാരാകാൻ പോകുന്നു. സന്തോഷായി. പക്ഷേ എന്തുകൊണ്ട് അവര് നമ്മളോട് പറയാതിരുന്നേ? എന്തെങ്കിലും കാരണം കാണും. ചെന്നിട്ട് ചോദിക്കാം. ഓട്ടം കുറവാണല്ലോ, എന്താ ചെയ്യുക? അവധി ദിവസമായിരുന്നെങ്കിലേ ഇപ്പൊ നിൽക്കാൻ പോലും സമയം കിട്ടത്തില്ലായിരുന്നു. വീട്ടിലാണെങ്കിൽ 100 കൂട്ടം ആവശ്യങ്ങളാന്നേ. ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് തള്ളി നീക്കും? ആഹാ, ഇത് ആരാ ഇത്? എവിടാ നിന്റെ പെണ്ണ്? ഇനി വരുമ്പോ പെണ്ണിന്റെ കൈ പിടിച്ച് വരുന്നൊക്കെയല്ലേ പറഞ്ഞത്? എന്നിട്ട് കാണുന്നില്ലല്ലോ. എടാ, നീ അവളോട് സംസാരിച്ചോ? ഇല്ല. അല്ല, പെണ്ണ് നിന്നെ കണ്ടോ? നീ അവളുടെ മുന്നിൽ ചെന്നായിരുന്നോ? ഇല്ല. എടാ, ഇനി ഇതെങ്ങനെ മുന്നോട്ട് പോവാനാ? നീ ആദ്യം അവളുടെ കണ്ണിപ്പെടാൻ നോക്ക്. അവളുടെ കണ്ണിപ്പെടുന്ന പോലെ ചെന്ന് നിൽക്കണം. എന്നിട്ട് നീ അവളെ നോക്കി ചിരിക്കണം. അപ്പൊ നിന്നെ നോക്കി അവള് ചിരിച്ചില്ലെങ്കിൽ നീ പിറ്റേ ദിവസം അവളെ ചെന്ന് കാണണം. പിന്നെയും ചിരിക്കണം. 2 or 3 ദിവസം അവൾ മസിൽ പിടിച്ച് നിൽക്കുമായിരിക്കും. പിന്നീട് നീ ചിരിക്കുമ്പോ അവളും ചിരിക്കും. അപ്പൊ നീ അവളുടെ അടുത്ത് ചെന്ന് അവളോട് സംസാരിക്കണം. എന്ത് സംസാരിക്കണം? ഇനി അതും ഞാൻ പറഞ്ഞു തരണോ? വേണം. നീയാണ് ഇപ്പൊ എന്റെ ഗുരു. ഗുരു? എടാ, ഞാൻ കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണിനെ പോലും പ്രേമിച്ചിട്ടില്ല. കല്യാണത്തിന് ശേഷം പ്രേമിക്കുന്ന തന്നെ. ആരെ? എപ്പോ? അപ്പൊ നിനക്ക് വേറെ കണക്ഷൻ ഉണ്ടല്ലേ? എടാ, കല്യാണത്തിന് ശേഷം ഞാൻ എന്റെ ഭാര്യയെ പ്രണയിച്ചു. ഓ, അത് ഞാനങ്ങ് പേടിച്ചു പോയി. ഓഹ്, ഇവനെ കൊണ്ടും. നീ പറ, അവള് ചിരിച്ച ഞാൻ എന്താ സംസാരിക്കണ്ടേ? പറ. എടാ, ഒന്ന് പറയടേ. പറയാം. ആദ്യം പേര് ചോദിക്കാം, എന്നിട്ട് അവളെ പരിചയപ്പെടുക. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുക, എന്നിട്ട് നിന്നെ പരിചയപ്പെടുത്തുക.
എന്നിട്ട് പറയണം നിന്റേത് ഐശ്വര്യമുള്ള മുഖമാണ്, നിന്നെ ആദ്യമായിട്ട് കണ്ട ദിവസം എന്റെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട സന്തോഷമുള്ള ഒരു കാര്യം നടന്നു എന്ന് പറയാം. അതിനുശേഷം ഞാൻ ഐ ലവ് യു എന്ന് പറയാല്ലേ? എടാ അത് അടുത്ത ഘട്ടം. തൽക്കാലം നീ അത്രയും പറഞ്ഞാ മതി. ഞാനിപ്പോ അവളോട് എങ്ങനെ ചിരിക്കും? ഞാനേ ഒന്ന് ചിരിച്ചു കാണിച്ചു തരാം. വേറെ ഐറ്റം ഉണ്ട്. ഇനിയുണ്ട്, മാസ്റ്റർ പീസ് ഐറ്റം ഉണ്ട്, ഇപ്പൊ കാണിച്ചു തരാം. ഇതൊന്നും കൊള്ളൂല, ഇതൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെ ചിരിച്ചാലേ പിന്നെ അവള് നിന്നെ തിരിഞ്ഞു നോക്ക് പോലുമില്ല. പിന്നെ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനെ ചിരിച്ചാ മതി. നോക്കിയോ? മതിയോ? നന്നായിട്ടുണ്ട്, സെറ്റാ. നന്ദിയുണ്ട് ഗുരുവേ. ശരി, ചെല്ലു ചെല്ലു ചെല്ലു. അപ്പൊ ശരി, പോട്ടെ. ചിരിക്കുന്നു നടക്കുന്നു, ചിരിക്കുന്നു നടക്കുന്നു. പറ രേവതി. സച്ചേട്ടാ എവിടെയുള്ളത്? ഞാൻ സ്റ്റാൻഡിലുണ്ട്. ഓട്ടം കുറവാന്നേ. ഞാനേ ഒരു സന്തോഷ വാർത്ത പറയാനാ വിളിച്ചത്. നമ്മുടെ വർഷ പ്രഗ്നന്റാ. സത്യം? സത്യം. അവളെ പരിശോധിച്ച ഡോക്ടറുടെ വീട്ടില് ഞാൻ പൂ കൊടുക്കാൻ വേണ്ടി വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞേ പ്രഗ്നന്റ് ആണെന്ന കാര്യം അവള് മുന്നേ അറിഞ്ഞിരുന്നു. അവള് നമ്മളോട് പറയാതിരുന്നതാ. അല്ല, അവളറിഞ്ഞെങ്കിൽ ശ്രീയാന്ന് പറഞ്ഞാണല്ലോ, പിന്നെ എന്താ വീട്ടിൽ പറയാത്തെ? എന്തെങ്കിലും കാരണമില്ലാതെ പറയാതിരിക്കോ? ഓ, ചിലപ്പം സർപ്രൈസ് ആയിട്ട് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. അതെന്തെങ്കിലും ആവട്ടെ സച്ചേട്ടാ. എനിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷായി. നമുക്കേ ഇന്നൊന്ന് വീട്ടിൽ ആഘോഷിക്കണം. ഞാനേ വീട്ടിലേക്ക് പോവാണേ. സച്ചേട്ടൻ വേഗം അങ്ങോട്ട് വാ. ശരി ശരി, ഞാൻ വരാം. നീയൊക്കെ എന്തിനാടാ ഹെൽമെറ്റ് ഇല്ലാതെ വരുന്നത്? ഹെൽമെറ്റ് വെക്കാൻ പാടില്ലേ? ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. ഓക്കെയോ? നിർത്ത് നിർത്ത് നിർത്ത്. ഇതാരുടെ വണ്ടിയത്? എന്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടിയാ. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? വീട്ടുവിശേഷമൊക്കെ പിന്നെ പറയാം. ഞാനിപ്പോ ഡ്യൂട്ടിയില്ല. എന്താ ഹെൽമെറ്റ് ഇടാണ്ടിരുന്നേ? ചോദിച്ചു കേട്ടില്ലേ എന്തുകൊണ്ട് ഹെൽമെറ്റ് ഇട്ടില്ലെന്ന്? ഓ, സീരിയസ് ആണല്ലേ? അതെ. ഈ വണ്ടി ഓടിക്കുമ്പോ ഹെൽമെറ്റ് ഇടണമെന്ന് അറിയാലോ. ഫൈൻ അടച്ചിട്ട് പോ. ഇടാൻ എന്റെ കയ്യിൽ ഹെൽമെറ്റ് വേണ്ടേ? ഞാൻ പറഞ്ഞില്ലേ ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടിയാ. അവളിത് വിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ വാങ്ങിക്കാന്ന് കരുതി. എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഒന്ന് ഓടിച്ചു നോക്കിയതാ. വണ്ടി വാങ്ങുമ്പോ ഉറപ്പായും ഹെൽമെറ്റും വാങ്ങിക്കും. ഞാൻ അതിട്ടേ വണ്ടി എടുക്കൂ. ഓ, അപ്പൊ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയാണല്ലേ? ഈ ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോ ഹെൽമെറ്റ് ഇടണ്ടെന്നാണോ? വണ്ടി ഓടിക്കുമ്പോൾ നിർബന്ധമായി ഹെൽമെറ്റ് ഇട്ടിരിക്കണം. ഈ പരിചയമുള്ളവര് പരിചയമില്ലാത്തവര് അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും റൂൾസ് ഒരുപോലെ തന്നെയാ. ഫൈൻ അടച്ചിട്ട് പോ. എന്തേ, ഫൈൻ അടയ്ക്കാൻ കയ്യിൽ കാശില്ലേ? കാശ് ഞാൻ കൊടുക്കാം. വേണ്ട, എനിക്ക് വേണ്ടി ആരും കാശ് കൊടുക്കണ്ട. എന്റെ കാശുണ്ട്, ഞാൻ കൊടുത്തോളാം. സാറിന്റെ കൊടുത്താൽ മതി. പറയാ, എന്താ പേര്? ദേവിക.
നിർത്തരുത് നിർത്ത്. നിക്ക്. സാറേ കൈ കാണിച്ചിട്ട് നിർത്താതെ പോവാ. എന്ത് ചെയ്യണം? ചെന്ന് പിടിക്കട്ടെ? വേണ്ട വേണ്ട, പിടിക്കുന്നു വേണ്ട, വിട്ടേക്ക്. ആ അവർ ഈ ലോകത്തൊന്നും അല്ലെന്നാ തോന്നുന്നത് സാറേ. സ്വപ്നം കണ്ടോണ്ടാ വണ്ടി ഓടിക്കുന്നത്. ആ മിക്കവാറും എവിടെയെങ്കിലും കൊണ്ട് കയറും. എങ്ങനെ ആഘോഷം നടത്തും? ഒരു വഴിയും കാണുന്നില്ലല്ലോ. പക്ഷെ റെഡിയല്ലേ? പക്ഷെ എന്താ ആലോചിക്കുന്നേ? റെഡിയല്ലേ? റെഡിയാണ് സർ. ആ പോവാം. അമ്മ, ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് ആരുടെയും സ്ഥാനം പിടിച്ചു പറ്റാനല്ല, ഈ കുടുംബത്തിന്റെ ഭാഗമാവാനാ. എന്റെ എല്ലാ പ്രവൃത്തിയിലും കുറ്റം കണ്ടുപിടിക്കുന്നതിന് പകരം. പക്ഷേ എന്താ ഇത്? സോറി സർ. ഒന്നുകൂടി പോവാം. ഓക്കെ സർ. അമ്മ, ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് ആരുടെയും സ്ഥാനം പിടിച്ചു പറ്റാൻ വേണ്ടിയല്ല, പ്രവൃത്തിയിലും. എന്താ പക്ഷേ ഇങ്ങനെ? തനിക്ക് എന്താ പറ്റിയേ? സർ, എന്നെ കൂടെ ഇത് പറ്റുന്നില്ല. കോൺസെൻട്രേഷൻ കിട്ടുന്നുമില്ല. അർജന്റ് ഒന്നും ഇല്ലല്ലോ. ഞാൻ നാളെ വന്ന് ഡബ് ചെയ്തോളാം. ചന്ദ്രേ, ദാ വരുന്നു. ഇതൊന്ന് തീർത്തോട്ടെ. അമ്മേ, അച്ഛൻ വിളിച്ചത് കേട്ടില്ലേ? കേട്ടു. നീ എന്താ നേരത്തെ വന്നേ? ഇപ്പൊ ഷോറൂമിൽ തോന്നുമ്പോ പോകുന്നു, തോന്നുമ്പോ വരുന്നു. ഇങ്ങനെയാണെങ്കിലേ അത് അടുത്ത് തന്നെ പൂട്ടും. ആ കള്ളി പോയതോടെ നിന്റെ താളം തെറ്റിയോ? നിന്നോട് ഞാൻ പറഞ്ഞതൊക്കെ മറന്നോടാ. അല്ല, നീ എന്താ മറുപടി പറയാത്തെ? നിന്റെ നാക്കിറങ്ങിപ്പോയോ? ചന്ദ്രേ, ഞാനിപ്പ വരാം. ബാക്കി ഞാൻ വന്നിട്ട് പറയാം. എന്താണ് പറ്റിയേ? എന്താ അമ്മ ഇത്? അമ്മ ഇത്രയ്ക്ക് മണ്ടിയാണോ? എന്തിനാ അയൺ ബോക്സ് ഓൺ ചെയ്ത് വെച്ചിട്ട് പോയത്? അമ്മയ്ക്ക് ബുദ്ധിയില്ലേ അമ്മേ? അയൺ ബോക്സ് ആരെങ്കിലും ഓൺ ചെയ്ത് വെച്ചിട്ട് പോവോ? തുണി ഇസ്തിരിയിടായിരുന്നില്ലേ? അപ്പോഴല്ലേ രവിയേട്ടൻ വിളിച്ചത്. ഞാൻ ഓഫാക്കാൻ മറന്നുപോയി. ഓഫാക്കാൻ മറന്നുപോയി? എത്ര കൂളായിട്ടാ അമ്മ പറയുന്നത്. എടാ, ഇത് ഓട്ടോമാറ്റിക്കാ, താനെ ഓഫായിക്കോളും. ഇസ്തിരി പെട്ടിക്ക് ഒന്നും പറ്റില്ല. ഇസ്തിരി പെട്ടിക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ എനിക്ക് പറ്റിയില്ലേ? എന്റെ കൈ പൊള്ളിയില്ലേ? ഓൺ ചെയ്ത് വെച്ചിട്ട് പോയിരിക്കുന്നു. അമ്മേ, കുറച്ചൊക്കെ സെൻസ് വേണോ അമ്മേ? ഇവനെന്താ ഇങ്ങനെ? ഇവൻ എന്നോട് ഇങ്ങനെ ഒന്നും സംസാരിക്കാറില്ലല്ലോ. ഈ ഏലസ് കെട്ടിയതിന് ശേഷം ഇവൻ എന്നോട് സ്നേഹത്തോട് സംസാരിച്ചിട്ടേ ഇല്ല. എപ്പോഴും ചാടിക്കടിക്കാൻ വരിക. അയ്യോ അയ്യോ അയ്യോ, എന്റെ കൈ. അയ്യോ, എനിക്ക് കൈ. സ്വാമിക്ക് ഏലസ് മാറിയെന്നാ തോന്നുന്നേ. മകനെ അമ്മയിൽ നിന്ന് അകറ്റുന്ന ഏലസാണോ സ്വാമി എനിക്ക് പൂജിച്ചു തന്നത്? ഏത് സമയത്താണെന്തോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. അമ്മയാണോ അമ്മേ എന്നും എന്നെ ഡ്രസ് അയൺ ചെയ്യാറ്? പിന്നെന്തിനാ അമ്മ അയൺ ചെയ്തത്? ഇനി മുതല് അമ്മ അയൺ ബോക്സ് തൊടണ്ട. സ്വാമിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അഴിക്കടാ ഷർട്ട്. എന്തിനാ? ഇനി ഏലസ് കെട്ടാനാണോ? വേണ്ട വേണ്ട, അത് അമ്മയുടെ കഴുത്തിൽ തന്നെ കെട്ടിയാൽ മതി. എനിക്ക് വേണ്ട. ഷർട്ട് ഊരാനല്ലേ പറഞ്ഞേ? ഷർട്ട് ഊര്. അമ്മ എന്താ കാണിക്കുന്നേ? അമ്മ, എനിക്ക് ഏലസ് വേണ്ടമ്മേ. എനിക്ക് ഏലസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മ വേണ്ടെന്നും. അമ്മ, എനിക്ക് വേണ്ടത്തോണ്ട ഊരാൻ. ഇനിയിപ്പോ ഏലസ് ഒന്നും വേണ്ടമ്മേ. എനിക്ക് ഏലസ് വേണ്ടമ്മേ. ഉള്ള ഏലസ് കൊണ്ട് തന്നെ ഇപ്പൊ രക്തോട്ടം നടക്കുന്നില്ല. അമ്മ എന്തായി കാണിക്കുന്നേ? അമ്മേ, അമ്മേ, കൈ മുറിയാ.
എന്താ പറ്റിയത്? ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ല. ഇത് അഴിച്ചെടുത്തില്ലായിരുന്നെങ്കിലേ പറ്റുമായിരുന്നു. അല്ല അമ്മേ, അത് കെട്ടിയില്ലെങ്കിൽ എന്റെ പ്രൊട്ടക്ഷൻ. എനിക്ക് വലിയ ഈശ്വരാ, എന്തൊക്കെയാണോ എന്തോ, കെട്ടുന്നു, അഴിക്കുന്നു. എനിക്ക് വയ്യ. കുറച്ച് സമാധാനായി. ഇനി അവൻ എന്നോട് അങ്ങനെ ഒന്നും പെരുമാറില്ല. രേവതി, നീ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നോ? ഇല്ല, നേരിട്ട് പറയാന്ന് വിചാരിച്ചു. പറയാത്ത നന്നായി. ആ കള്ള ശ്രീകാന്ത് കൂടെ ഉണ്ട്. ഇത്രയും വലിയ സന്തോഷം അവൻ നമ്മളോട് മറച്ചു വെച്ചിരിക്കായിരുന്നു. നമുക്ക് അവനെ കൊണ്ട് നിന്നെ പറയിപ്പിക്കാം. നീ വാ. ആ അമ്മ ഇവിടെ ഉണ്ടോ? അച്ഛാ, സുധി, ശ്രീകാന്ത്. ശ്രീകാന്തേ, എന്താടാ ഇത്? എന്താ പറയാമേ? എന്താ കാര്യം? എന്താ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. നല്ല സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? ഇങ്ങനെ സന്തോഷിക്കാതിരിക്കും അച്ഛാ. അല്ല, എന്താ കാരണം? ആ, അത് നീ തന്നെ അങ്ങ് പറ. എനിക്ക് സന്തോഷം കൂടെ നിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം ഞാനങ്ങനെ പറയാനാ? ഇവനെന്താ ഭ്രാന്തായോ? ഇവനെന്താ ഭ്രാന്തായോ? നീയും വർഷയും മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ദേ, എടാ, ഇനി മൂടി വെക്കാൻ നിക്കണ്ട, അതങ്ങ് പറഞ്ഞേക്ക്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ എന്താ മറച്ചു വെച്ചെന്നാ? നിനക്കറിയില്ല അല്ലേ? അയ്യോ, കള്ളാ. നീ ശരിയാക്കി. എന്താ രവിയേട്ടാ ഇത്? എടാ, നിർത്തടാ. എനിക്കറിയില്ലെന്നേ. കള്ളാ, ശരിക്കും മറച്ചു വെച്ചേനെ. നിനക്കല്ല ശിക്ഷ തരണം. ഞാനതിനെന്തോ നല്ല മനസ്സുകൊണ്ട് അത് തരാത്തെ. ഇനി പറടാ. എടാ, നീ എന്താ മറച്ചു വെച്ചത്? എന്താണെങ്കിലും ഒന്ന് തുറന്നു പറയ്. എന്റെ അച്ഛനാണ് സത്യം. ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. അച്ഛനെ പിടിച്ച് കള്ളസത്യം ചെയ്യല. ഞാനൊന്നും മറച്ചു. ആ, അവൻ കള്ളസത്യം ഒന്നും ചെയ്യില്ല സച്ചി. ആ, കേട്ടോ? കള്ളസത്യം തന്നെയാ. അല്ല, ഇവന്റെ അച്ഛനാൻ പോവന്നേ. ഈ സന്തോഷം നമ്മളിന്ന് മറച്ചു വെച്ചതാ. ഇവനൊക്കെ എന്താ വേണ്ടേ? അല്ല, ഇത് ഞാൻ അച്ഛനാൻ പോവാണെന്നോ? ആര് പറഞ്ഞു ഇതൊക്കെ? എന്റെ പൊന്ന് സച്ചേട്ടാ, വെറുതെ ആളെ പറ്റിക്ക് ആരോ പറഞ്ഞതാ. നിങ്ങളെ ആരോ പറ്റിച്ചതാ. ആരും പറഞ്ഞു പറ്റിച്ചൊന്നല്ല. വർഷ പ്രഗ്നന്റാ. ഞാൻ പൂവെടുക്കാൻ പോയപ്പോഴേ വർഷയെ പരിശോധിച്ച ഡോക്ടർ അത് എന്നോട് പറഞ്ഞത്. സത്യമാണോ എടുത്തി? എടാ സത്യ, അന്ന് ഫുഡ് പോയിസൺ ആണെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാൻ പോയിരുന്നില്ലേ? അന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് പ്രഗ്നന്റ് ആണെന്ന്. എടാ, എന്നിട്ട് നീ ഇത് അറിഞ്ഞില്ലേ? വർഷം നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. ഈ സന്തോഷ വാർത്ത നിന്നോടല്ല അവൾ ആദ്യം പറയേണ്ടത്. എന്തുകൊണ്ടാ പറയാതിരുന്നേ? എനിക്കറിയില്ലമ്മേ. നീ ഒന്നും അറിഞ്ഞില്ലേ? അല്ല, നീ അന്ന് അവളോട് ഹോസ്പിറ്റലിൽ പോയതല്ലേ? എന്നിട്ട് ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവളെ എന്തിനാ ഇത് ആരോടും പറയാതെ മൂടി വെച്ചത്? എന്റെ ചന്ദ്രേ, നീ ഒന്ന് സമാധാനപ്പെട്. ഇതൊന്നും വലിയ വിഷയമാക്കാതെ. ചിലപ്പോ പിന്നീട് എപ്പോഴെങ്കിലും പറയാന്ന് വിചാരിച്ചു കാണും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. അത് തന്നെ. ആ, അതൊക്കെ വിട്. ഇപ്പൊ പണി പറ്റിച്ച് ഈ കള്ളനില്ലേ, അവനൊരു സമ്മാനം കൊടുക്കേണ്ട സമയായി. ഞാനതൊന്ന് കൊടുത്തിട്ട് വരട്ടെ. കള്ള, ഞങ്ങളോടൊക്കെ ഇത് മറച്ചു വെക്കാന്ന് കരുതിയോ? സന്തോഷായടാ അച്ഛനെ. ഒന്ന് പറയച്ചാ, ഞാൻ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ.
കള്ളൻ. ശ്രീകാന്ത് കൊടുകൈ. നീ വലിയ സർപ്രൈസ് തരുന്ന ആളല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഞങ്ങളൊരു സർപ്രൈസ് തന്നതാ. രണ്ടുപേർക്കോ? ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. സച്ചേട്ടാ, ഇവിടെ ഒറ്റയ്ക്കാണോ? ഹേയ്, ഇപ്പൊ രണ്ടുപേരില്ലേ? ഹാ, മറ്റേയാളെ കാണണമെങ്കിൽ കുറച്ച് മാസങ്ങൾ കൂടി കഴിയണം. നിന്റെ കൂടെയുള്ള ആളെ ദേ ഇവിടെയാടോ.